ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഡ്രാമ വേർഡിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്ലീപ്ലെസ് പ്രിൻസസ് എന്നതിൻ്റെ ഫുൾ എപ്പിസോഡാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ഡ്രാമകൾ ഇഷ്ടമുള്ള കൊറിയൻ ചൈനീസ് ഡ്രാമകൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഇതിൻ്റെ മലയാളം വേർഷൻ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഓരോ കമൻറ്റുകളും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. നമുക്ക് തുടങ്ങാം. ദ സ്ലീപ്ലെസ് പ്രിൻസസ് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫാൻ ഹൗസിൽ വരികയും അതിൻ്റെ ഓണർ ഒരു യുവതിയാണെന്ന് കബളിപ്പിക്കുകയാണ്, അതിന് പുറകിൽ വേറെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നുള്ള തിരിച്ചറിവിലാണ് ആ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഹീറോ തിരിച്ചറിയുന്നു ഇതിന് മുകളിൽ നിന്ന് നമ്മുടെ രാജകുമാരനാണെങ്കിൽ ഈ രാജകുമാരനാണോ ഈ ഇതിൻ്റെ ഓണർ എന്നുള്ള ഒരു സസ്പെൻസിലാണ് നമ്മൾ 11ാമത്തെ എപ്പിസോഡ് വൈൻഡപ്പ്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സംശയം തോന്നുകയാണ്, നമ്മളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നു, ഇവിടെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇവിടെ നല്ല എൻജോയ്മെന്റ് ആണ് വേണ്ടത്, നമ്മൾ നല്ലോണം എൻജോയ് ചെയ്യുക, അല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജകുമാരൻ മുകളിൽ നിന്നും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. രാജകുമാരൻ പറയുകയാണ്, ബ്രദറിലോ ഇങ്ങനൊരു സ്ഥലത്ത് ഈ ഫാൻ ഹൗസിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രാജകുമാരൻ്റെ കൂട്ടുകാരൻ പറയുകയാണ്, നമ്മൾ രാജകുമാരിയോട് വിവരം അറിയിക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജകുമാരൻ പറയുകയാണ്, വേണ്ട, പറയണ്ട, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിറം നമുക്ക് രാജകുമാരിക്ക് കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ഇവരെ ട്രാപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഇതേ സമയം നമ്മുടെ രാജകുമാരിയാണെങ്കിൽ നമ്മളെ ജനറലിനെ തിരക്കി വരികയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫാൻ ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തുന്നത്. അപ്പോഴാണ് നമ്മുടെ ജനറലിൻ്റെ കുതിരയെ അവിടെ വെച്ച് കാണുന്നത്. അന്നേരം പറയുന്നുണ്ട്, കൂട്ടുകാർ പറയുന്നുണ്ട്, ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം ഇവിടെ വന്നതെന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഒന്നുമല്ല, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോയിൻ്റെ കൂട്ടുകാർ പറയുകയാണ്, ശരി, എങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നീ പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. പ്രോമിസ് ചെയ്തിട്ട് നമ്മുടെ രാജകുമാരി അകത്തോട്ട് ഓടുകയാണ്. അങ്ങനെ കൂട്ടുകാരിയാണെങ്കിൽ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ നമ്മുടെ ഫാൻ ഹൗസിന്റെ ഫ്രണ്ടിൽ ഒരു നോട്ടീസ് ബോർഡ് കാണുന്നു. അതായത് നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ബോയ്സിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അത് നമ്മുടെ ഹീറോയിൻ സന്തോഷത്തോടെ എന്തോ പണി ഒപ്പിക്കാന്നുള്ള രീതിയിൽ അകത്തേക്ക് ഓടി പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം ആ ഫാൻ ഹൗസിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വൃദ്ധനെ കാണിക്കുന്നു, ഒരു ഭിക്ഷക്കാരനെ കാണിക്കുന്നുണ്ട്. അന്നേരം ഒരു പടയാളി വരികയും ആ പടയാളിയെ കണ്ടുകൊണ്ട് ഇദ്ദേഹം ഒളിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മളുടെ നന്നാനും ഫാൻ ഹൗസിലുണ്ട്. നന്നാനാണെങ്കിൽ നമ്മുടെ ഹീറോയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ കൊള്ളാമെന്ന് പറയുന്നു. ഇവിടെ നല്ല സുന്ദരികൾ മാത്രമല്ല, അവരുണ്ടാക്കുന്ന ഫുഡും സൂപ്പറാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ നന്നാന്റെ കൂട്ടുകാരി പറയുകയാണ്, നീ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അന്നേരം പറയും, നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും. അന്നേരം നമ്മുടെ ഹീറോ, അതായത് നമ്മുടെ ജനറൽ അവിടെ നിന്ന് വരും, അത് ഡോർ തുറക്കും, എന്നെ കാണും എന്നൊക്കെ പറയും. പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ കൂട്ടുകാരിക്ക് നാണം വന്നിട്ട് എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ ഫാൻ ഹൗസിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് വരികയാണ്. അദ്ദേഹം ഇവിടെ എത്തുകയാണ്. അതിനുശേഷമുള്ള സീനെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നല്ല ക്യൂട്ടായിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ബോയുടെ വേഷത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അവളെയാണെങ്കിൽ അവൾ പെണ്ണാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. വെച്ചിട്ട് ഒരു യുവതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ പേടിച്ചടക്കി ചെല്ലുന്നു. അന്നേരം പറയുന്നുണ്ട്, ഇത് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ട് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. നിന്റെ ഈ പല്ല് കാണാൻ നല്ല രസമില്ല, അതുകൊണ്ട് നീ നാളെ തൊട്ട് വരണ്ട എന്ന് പറയുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ മനസ്സിൽ പറയുകയാണ്, ഞാൻ എന്തിനാണ് നാളെ വരുന്നത്, ഞാൻ എൻ്റെ തലേനയ്ക്ക് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നന്നാനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് മത്തടിച്ചുറങ്ങി പോകുന്നു. താഴത്തെ എന്തോ ബഹളം കേട്ട് നമ്മുടെ നന്നാൻ ഉണർന്നിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ, പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. താഴെ എന്താ സൗണ്ട് കേൾക്കുന്നതെന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ നന്നാൻ്റെ കൂട്ടുകാരി താഴേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ സീക്രട്ട് ഏജന്റ് ആ റൂമിനും ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയും നന്നാൻ വിചാരിക്കും നമ്മുടെ ജനറലാണ് വന്നതെന്ന് കരുതി വൾഗറായിട്ട് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും പെട്ടെന്ന് ചമ്മി തിരിഞ്ഞിട്ട് അവിടുന്ന് നന്നാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ സീക്രട്ട് ഏജന്റും പറയുന്നുണ്ട്, ഇത് എൻ്റെ മുറിയാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് നന്നാൻ അബദ്ധം പറ്റി റൂം മാറി എന്ന് മനസ്സിലാകുന്നത്. നന്നാൻ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അകത്തേട്ട് വരുമ്പോൾ ഒരു ചുവന്ന പൗച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നൊരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയും കൂട്ടുകാരനും കൂടി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ സീക്രട്ട് ഏജന്റ് അതിൽ വരികയാണ്. അതിൽ വരുമ്പോൾ നമ്മുടെ ഹീറോ കാണുന്നു, അതിനെ വിളിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് ലിയോ എന്നുള്ളത്. ലിയോ അതിന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ റൂമിലെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. പറയില്ല എന്ന് പറയുന്നത്, എന്താ നീ എന്തെങ്കിലും സംശയകരമായി എന്തെങ്കിലും കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ കുറേ പെൺകുട്ടികൾ വന്നിട്ട് നമ്മുടെ ജനറലിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് വേറെ റൂമിലേക്ക്. അന്നേരം ഈ ജനറലിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾ വരുന്നില്ല, പൊക്കോളൂ എന്ന് പറയുന്നു. അതിന് ജനറൽ പറയുന്നു, എന്തായാലും വിളിച്ചതല്ലേ, നമുക്ക് പോയി നോക്കാം എന്ന് പറയുന്നു.
അങ്ങനെ നമ്മുടെ ജനറൽ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ വെച്ച് കാണുകയാണ്. ഹീറോയിൻ നമ്മുടെ ജനറലിൽ പോകുന്ന കാണുന്നു. അവിടെ വെച്ചില്ലേ നേരത്തെ ഒരു പെൺകുട്ടിയെ കണ്ടില്ല, ആ പെൺകുട്ടി അവിടെ വെച്ച് നമ്മുടെ ഹീറോയിൻ കണ്ടുമുട്ടുന്നു. അതിന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നീ ഇതുവരെ അത് കൊണ്ട് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് പറയുന്നുണ്ട്, ഇദ്ദേഹം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അത് സാധാരണ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല, സ്പെഷ്യൽ ഗസ്റ്റിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നും പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ റൂമിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ വരുന്നു. നമ്മുടെ ഹീറോ പറയുകയാണ്, നമ്മളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ ട്രാപ്പിലാക്കാനാണ് എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ റൂമിന് വെളിയിൽ വരികയാണ്. വെളിയിൽ നിന്നുകൊണ്ട് ഗ്ലാസ്സിലൂടെ അകത്തോട്ട് നോക്കുമ്പോഴും നമ്മുടെ ജനറലിനെയും കുറെ പെൺകുട്ടികളെയും കാണുന്നു. അതിനിപ്പുറത്ത് ഫ്രണ്ടിലായിട്ട് ഒരു പെൺകുട്ടി മുടിയൊക്കെ ഇങ്ങനെ ഒരു ഫാഷനിൽ, ചൈനീസ് ഫാഷനിൽ കെട്ടി വെച്ചേക്കുന്ന ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ ഈ നമ്മുടെ ഹീറോയിനാണ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയെ ട്രാപ്പ് ചെയ്തിട്ട് ഹീറോ ആ ട്രാപ്പിൽ പെടുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരം ഈ സ്വപ്നത്തിൽ കാണുന്നത്. അന്നേരം ഹീറോയിനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കണം, അയ്യോ അവനെ ഇനി എന്തെങ്കിലും ട്രാപ്പ് ചെയ്താലോ എന്ന് കരുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കഥകിന് ഫ്രണ്ടിൽ പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. വരൂ വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ ഫാസ്റ്റിൽ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ നമ്മുടെ ഹീറോയിനെ പിടിച്ച് അകത്തോട്ടിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിനാണ് ചാടി എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്, ഇന്നലെ നമ്മൾ രണ്ടുകൂടി ഒരുമിച്ചുറങ്ങിയതല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ പെൺകുട്ടികൾ നമ്മുടെ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോകാൻ പടയാളികളെ വിളിക്കുകയാണ്. അന്നേരം നമ്മുടെ ഹീറോ പറയുന്നു, ഇല്ല എനിക്ക് അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് റിവീൽ ചെയ്യുന്നില്ല, അതായത് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുന്ന ആ ബോയ് ഒരു പെണ്ണാണ് എന്ന് റിവീൽ ചെയ്യുന്നില്ല. എന്നിട്ട് ഇരുവരും മാറി നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോ പറയുകയാണ്, ഇവിടെ നിന്ന് കുറെ പെൺകുട്ടികളുമായിട്ട് എന്നെ തെറ്റായ സാഹചര്യത്തിൽ കണ്ടെന്ന് കരുതി നിനക്ക് ഡൈവോഴ്സ് മേടിക്കാനല്ലേ എന്ന് ചോദിക്കുന്നു. ഇതിന് മറുപടിയായി ഹീറോയിൻ അങ്ങനൊന്നുമല്ല, ഇവിടെ എന്താ നടക്കുന്നത്, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പിണങ്ങി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനും കൂടി അവിടേക്ക് വരുമ്പോൾ ഹീറോ വന്ന് അവിടെ ഇരിക്കുന്നു. അന്നേരം അതിലൊരു പെൺകുട്ടി വന്നിട്ട് മദ്യം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വിചാരിക്കും ഇതിനകത്ത് മരുന്നൊക്കെ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് ട്രാപ്പിലായാലോ എന്ന് കരുതിയിട്ട് ഓടി വന്ന് നമ്മുടെ ഹീറോയെ തട്ടി ആ മദ്യം എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അന്നേരം വീണ്ടും ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും ഹീറോയെ തള്ളി മാറ്റിയിട്ട് ഹീറോ ഇരുന്ന സ്ഥാനത്ത് നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നു. എന്നിട്ട് ഹീറോയിൻ ഇരുന്നിട്ട് കുറേ പൈസയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈസ, സ്വർണവും രത്നങ്ങളും ഒക്കെ എടുത്ത് വെക്കും. അന്നേരം അപ്പോഴത്തേനും ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം കൂടി വന്ന് ഇവിടെ ചുറ്റും അങ്ങ് നിൽക്കും. അന്നേരത്തേനും നമ്മുടെ ഹീറോയുടെ കൂടെ വന്ന രണ്ടുപേരും അവിടുന്ന് എണീക്കും. എന്നിട്ട് ഇവർ ദേഷ്യം വെളിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം പറയും, നമ്മുടെ ഹീറോയിൻ പറയും, ശരി നിങ്ങൾക്ക് സന്തോഷമായില്ലേ, എൻ്റെ ദേഹമെല്ലാം മസാജ് ചെയ്ത് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ രണ്ട് കൂട്ടുകാരും കൂടി വെളിയിലേക്ക് വന്നിട്ട് അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ പ്രിൻസസിനെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അതിന് പറയും, നിനക്ക് അവളെ അറിയത്തില്ലേ, അവളത് മാനേജ് ചെയ്തോളും, നമ്മളെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ഈ ഫാൻ ഹൗസിന്റെ ഓണർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അയാളുടെ ട്രാപ്പാണ് ഇതെല്ലാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം എന്ന് പറഞ്ഞിട്ട് 3 പേരും 3 വഴിക്കായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ മുറിയും വിടാതെ എല്ലാം പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് 3 പേരും 3 വഴിക്ക് പോകുന്നു. പിന്നത്തെ സീനിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓരോ മുറിയും തെരഞ്ഞു വരികയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രിൻസിന്റെ അടുത്ത് ഒരു പടയാളി വന്നിട്ട് പറയുകയാണ്, അതായത് പ്രിൻസിന്റെ ഏറ്റവും അടുത്തൊരു പടയാളിയാണ്, സുഹൃത്താണ്, വന്നിട്ട് പറയുന്നത്, അതായത് നമ്മുടെ ഫാൻ ഹൗസിന്റെ ഓണറെ തപ്പിയാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് അന്വേഷിച്ചിട്ട് അയാൾക്ക് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് അറിയത്തില്ല എന്ന് പറയുന്നു. ഫാൻ ഹൗസിന്റെ ഓണർ താങ്കളാണെന്ന് അറിഞ്ഞാൽ നമ്മളുടെ രാജാവ് താങ്കളെ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ രാജകുമാരൻ വെളിയിലോട്ട് നോക്കുമ്പോഴത്തേനും ജനറൽ ആ മുറിയിലോട്ട് കയറി വരികയാണ് ചെയ്യുന്നത്. ജനറൽ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അദ്ദേഹം നമ്മളെ കണ്ടു എന്ന് തോന്നുന്നു, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ഈ പ്രിൻസും പടയാളിയും അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ പെൺകുട്ടികളുടെ അടുത്ത് നിന്നും വളരെ സന്തോഷകരമായിട്ടിരിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പിന്നീട് അത് ഓവർ ആകുമ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഓടി വരുന്നത് കണ്ട് ആരും പുറകിൽ നിന്ന് വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയതുമല്ല, 2 പേരും ഞെട്ടുന്നുണ്ട്. ഒന്ന് നമ്മുടെ പ്രിൻസും പിന്നെ നമ്മുടെ പ്രിൻസസും ആയിരുന്നു. 2 പേരും ഞെട്ടുന്നു. ഇവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും മുകളിൽ നിന്ന് അവർ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ പ്രിൻസസിനെയും കൊണ്ട് ഓടി ഒരു മുറിയിൽ വന്ന് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ജനറലിൻ്റെ ഒരു കൂട്ടുകാരൻ അതിൽ പാസ് ചെയ്യുന്നു. പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രിൻസ് പറയുകയാണ്, എല്ലാവരും പോയി, ഇനി പേടിക്കണ്ട എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിൻ അവൻ്റെ തലയ്ക്ക് കിട്ടിയിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ, നിനക്കൊരു നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നു, നീ എന്താ ഇവിടെ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു സ്വപ്നം കണ്ടു, അത് നീ പിന്നെയും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് പറയുകയാണ്, നീ പേടിക്കേണ്ട, ഈ പ്രാവശ്യത്തെ സ്വപ്നത്തിൽ ആരും മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം ചോദിക്കുന്നുണ്ട്, എന്താ ഞാനൊരു പെൺകുട്ടിയാണ് കണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും പുറത്ത് എന്തോ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ പ്രിൻസിനെയും കൊണ്ട് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള സീനിലാണെങ്കിൽ ജനറലിന്റെ അടുത്തേക്ക് നമ്മുടെ ലിയോ വരുന്നുണ്ട്. ലിയോ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ എല്ലായിടവും നോക്കി, ഈ ഫാൻ ഹൗസിന്റെ ഓണറെ കണ്ടു കിട്ടിയില്ല എന്ന് പറയുന്നു. ജനറൽ ചോദിക്കുകയാണ്, പിന്നെ ആരാണ് നമ്മളെ ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ ജനറലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വന്നിട്ട് പറയുകയാണ്, നീ ഓവർ തിങ്ക് ചെയ്തതാണ് എന്ന് പറയുന്നു. അല്ല, അതൊന്നും എൻ്റെ തോന്നലുകളല്ല, ഒരു കാര്യം ചെയ്യുക, നീ ഈ ബിൽഡിങ്ങിന്റെ ബാക്കിൽ നോക്ക്, ഞാനാണെങ്കിൽ അവിടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും പിരിയുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീനിൽ നമ്മുടെ പ്രിൻസും തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. അതായത് അവൾ കണ്ട സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പെൺകുട്ടി മദ്യത്തിൽ മരുന്ന് ചേർത്ത് നമ്മുടെ ജനറലിന് നൽകി, അങ്ങനെ അവൻ അവിടെ ട്രാപ്പിലായി എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഞാൻ അമേസിംഗ് അല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയാം, നിനക്ക് എന്തിന്റെ കേടായിരുന്നു, നിനക്ക് ഇതിന്റെ പേരിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, പിന്നെ ആരും എൻ്റെ ഭർത്താവിനെ കെണിയിലാക്കാൻ ശ്രമിക്കുകയാണ്, നമ്മൾ അവനെ രക്ഷിക്കണം, കാരണം ആ ക്യാമ്പിൽ വെച്ചിട്ട് അവനിക്ക് നല്ല സഹായമാണ് ചെയ്തത്, അത് നീ മറക്കരുതെന്ന് നമ്മുടെ ഹീറോയിൻ പ്രിൻസിനോട് പറയുകയാണ് ചെയ്യുന്നത്. അതിന് പറയും, പിന്നെ എന്ത് കടമ എന്ന് പറയുന്നു. എന്നിട്ട് അവളെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്, നിനക്ക് എന്താ നിന്റെ ഈ സ്വപ്നങ്ങളെക്കുറിച്ചും രൂപമാറ്റത്തെക്കുറിച്ചും ബർത്ത് സ്റ്റോണിനെ കുറിച്ചും ഒരു ഓർമ്മയില്ലേ, ഒരു ബോധവും ഇല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് കള്ളക്കരച്ചിലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അന്നേരം പ്രിൻസ് പറയുകയാണ്, നീ കറിയൊന്നും വേണ്ട, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സോറി ഒക്കെ പറയുമ്പോഴത്തേനും ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞതെന്ന് പറയുന്നു. ഈ ബർത്ത് സ്റ്റോണിന് വേണ്ടിയാണ് നിന്റെ അച്ഛൻ ജീവൻ വെടിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിനക്കെന്തും പറ്റിയാലോ എന്ന് കരുതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജകുമാരി പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുമ്പോഴത്തേനും അവിടേക്ക് നമ്മുടെ ഹീറോ കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ചാടി വന്ന് വാതിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിനെ കണ്ടത് മുതൽ ഞെട്ടുന്നു. അതിന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കുന്നു. അത് നമ്മുടെ ഹീറോ പറയുകയാണ്, നീ മുകളിലായിരുന്നല്ലോ, പിന്നെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അതിന് പറയുന്നത്, ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്ത് സംശയം തോന്നി അകത്ത് കയറി നോക്കിയാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഹീറോയിൻ പറയാണ്, ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയ്ക്ക് സംശയം തോന്നി അവിടെ എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ എല്ലാം, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് വിറച്ച് വന്നിട്ട് കബോർഡിൻ്റെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കബോർഡിനകത്ത് ഈ പ്രിൻസ് ആണുള്ളത്. പ്രിൻസ് പറയുന്നുണ്ട്, ഇത്രയ്ക്ക് ധൈര്യമോ, എൻ്റെ പെങ്ങളെ പീഡിപ്പിക്കാൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഷിൻചാൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് രാജകുമാരനാണെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ ജനറലിന് സംശയം തോന്നി വന്ന് കബോർഡ് തുറന്ന് നോക്കുമ്പോൾ അവിടെ നിന്നൊരു ലോക്കറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ അറിയാതെ അത് അവിടെ നിന്ന് എടുക്കുകയും ഇവളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എന്നെ വെറുതെ വിട്, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്നു. പൈസ കൊടുത്തിട്ട് ഞാൻ നിന്നെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിനക്ക് അവിടെ നല്ല പരിചയമുണ്ടല്ലോ, നീ നേരത്തെ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നു. ശരി, നീ അവിടെ നിന്നും ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലേ, കബോർഡിൽ ഇരുന്ന ഒരാളെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ, അത് ആരായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എനിക്കറിയില്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. എന്നാലും നമ്മുടെ ഹീറോ പറയുകയാണ്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നിനക്ക് ഫാൻ ഹൗസിൽ നിനക്ക് സുഹൃത്തുക്കളുണ്ടാകും, അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, ശരി ഈ ലോക്കറ്റ് കാണുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ആ ലോക്കറ്റ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ആ ലോക്കറ്റ് കാണുമ്പോഴത്തേനും അവൾ ഇത് എവിടെ നിന്ന് കിട്ടി, നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്നു. നിനക്കിത് ആരുടെയാണെന്ന് അറിയത്തില്ലല്ലോ, ഇത് വേണമെങ്കിൽ നീ പുറത്ത് പോയി എടുത്തോളൂ എന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ അന്നേരം അവിടെ നിന്ന് ചാടി അത് എടുക്കാനുള്ള റിസ്കിൽ പോവുകയാണ്. അന്നേരം നമ്മുടെ ഹീറോ പെട്ടെന്ന് കയ്യിൽ നിന്ന് ആ പെൻഡൻ്റ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ദാണ്ടെ ഇതല്ലേ നീ തിരയുന്നതെന്ന് ചോദിക്കുന്നു. ശരി, നിനക്ക് ഈ പെൻഡിനെ പറ്റിയും ഞങ്ങളെ പറ്റിയും ഒന്നും അറിയില്ല എന്ന് ഹീറോയിൻ പറയുന്നു. അന്നേരം ഞങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഫാൻ ഹൗസിന്റെ ഓണറെ പറ്റി ഞാൻ പറയാം, പക്ഷേ അത് ആരോടും പറയരുത്, അത് സീക്രട്ടായി സൂക്ഷിക്കണമെന്ന് പറയുന്നു. അത് നമ്മുടെ ഹീറോ പറയുകയാണ്, വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പോഴത്തേനും ഹീറോയിൻ പെട്ടെന്ന് താഴെ ഇരുന്നിട്ട് എൻ്റെ കാല് വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഹീറോ ആണെങ്കിൽ കയ്യിലിരുന്ന് ആ വടി എടുത്ത് നീട്ടിയിട്ട് ഇത് പിടിച്ച് നടന്നോളൂ, നീ ഇനി മറിഞ്ഞു വീണാലോ എന്ന് പറഞ്ഞിട്ട് നീട്ടി കൊടുക്കുകയും നമ്മുടെ ഹീറോയിൻ അതിൽ പിടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീൻ വെച്ചാൽ നമ്മുടെ രാജകുമാരനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്ത മദ്യത്തിലെ മരുന്നും വല്ലതും കലർത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. അന്നേരം അതിലൊന്നും കലർത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. എന്നിട്ട് നമ്മുടെ ഈ പ്രിൻസ് പറയുകയാണ്, ശരി, എൻ്റെ സഹോദരിയുടെ സ്വപ്നങ്ങൾ ഈ വട്ടം ഫലിച്ചില്ല എങ്കിൽ അവനിനി അനുഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നു. പിന്നീടുള്ള സീനിൽ നമ്മുടെ ഹീറോയിനും കൂടി കൊട്ടാരത്തിൽ തിരിച്ചെത്തുകയും പിന്നീട് ചോദിക്കുകയാണ്, നീ ആ കബോർഡിൽ ആരെയാണ് ഒളിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. അതായത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അങ്ങനെ ആരും ഇല്ല എന്ന് പറയുന്നു. പിന്നീട് എന്നിട്ട് ഇവർ ഉറങ്ങാൻ കിടക്കുകയും നമ്മുടെ ഹീറോയ്ക്ക് ഉറക്കം വരാതെ അവിടെ എണീറ്റ് വെളിയിലോട്ട് പോവുകയും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പുറകെ പോവുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഉറങ്ങാത്തത് എന്ന് ചോദിക്കുന്നു. നീ ഉറങ്ങിക്കോളൂ, എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നു. ശരി, നീ ചെടിക്ക് വെള്ളം ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ ഇരിക്കുകയും ആ പെൻഡൻ്റ് എടുത്ത് പഴയ കാലത്തെ ഓർമ്മയാണ്, അതായത് ഈ രാജകുമാരൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ഇവർ രണ്ടുപേർക്കായിട്ട് പകുത്ത് കൊടുത്തൊരു പെൻഡൻ്റാണത്. രണ്ടുപേരും സൂക്ഷിക്കണം, വലുതാവുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ അമ്മ മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീറോയിനെ യഥാർത്ഥത്തിൽ ദത്തുപുത്രിയാണ്. ആ കൊട്ടാരത്തിൽ അവളെ എടുത്ത് വളർത്തുന്നതാണ് ഈ രാജകുമാരൻ്റെ അച്ഛൻ. അതൊരു ബർത്ത് സ്റ്റോണിന് വേണ്ടി. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ നോക്കുന്നതെന്ന് ചോദിക്കുന്നത്, എന്താ ഇനി ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിനക്ക് ആരെങ്കിലും സംരക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് നമ്മുടെ ഹീറോ ഇങ്ങനെ അവളെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ് നിഷ.